രാജി ആവശ്യത്തിന്റെ പേരിൽ കെ.എം. മാണിയും പി.ജെ. ജോസഫും കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇടഞ്ഞു. തനിക്കൊപ്പം സ്ഥാനമൊഴിയണമെന്ന കെ.എം. മാണിയുടെ ആവശ്യം പി.ജെ. ജോസഫ് തള്ളിയതോടെ ഇരുവരും വഴിപിരിയുകയാണെന്ന അഭ്യൂഹവും ഉയർന്നു. എന്നാൽ തന്റെ രാജിക്ക് പ്രസക്തിയില്ലെന്ന് മന്ത്രി പി.ജെ. ജോസഫ് വ്യക്തമാക്കി. മാണിക്കൊപ്പം രാജി വേണ്ടെന്ന യു.ഡി.എഫിന്റെ സന്ദേശവുമായി മന്ത്രി കെ.സി. ജോസഫ് തന്നെ ഒടുവിൽ പി.ജെ. ജോസഫിന്റെ വസതിയിലെത്തി. എന്നാൽ കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നായിരുന്നു മാണിയുടെ രാജി പ്രഖ്യാപനത്തിന് ശേഷം പി.ജെ. ജോസഫിന്റെ പ്രതികരണം. ആദ്യന്തം നാടകീയ രംഗങ്ങൾക്കാണ് മന്ത്രി പി.ജെ. ജോസഫിന്റെ ഔദ്യോഗിക വസതിയായ പെരിയാർ സാക്ഷ്യം വഹിച്ചത്. രാവിലെ 11-ന് കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് മുൻപ് തനിക്കൊപ്പമുള്ള എം.എൽ.എമാരുമായും വിശ്വസ്തരുമായും പി.ജെ. ജോസഫ് തന്റെ ഔദ്യോഗിക വസതിയിൽ രഹസ്യ ചർച്ച നടത്തി. തുടർന്ന് പി.ജെ. ജോസഫ് മന്ത്രി കെ.എം. മാണിയുടെ ഔദ്യോഗിക വസതിയിലേക്ക്. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലെ രാജ്യസമ്മർദ്ദത്തെ അതിജീവിച്ച് 4:30-ഓടെ പി.ജെ. ജോസഫ് വീണ്ടും ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലെ ഔദ്യോഗിക വസതിയിലെത്തി. തുടർന്ന് തന്നോടൊപ്പമുള്ള എം.എൽ.എമാരുമായും വിശ്വസ്തരുമായി വീണ്ടും രഹസ്യ ചർച്ച. 5:30-ഓടെ കെ.എം. മാണിക്കൊപ്പം മന്ത്രിസ്ഥാനം രാജിവെക്കാനില്ല എന്ന പി.ജെ. ജോസഫിന്റെ സന്ദേശവുമായി ആന്റണി രാജു കെ.എം. മാണിയുടെ വസതിയിലേക്ക്. തൊട്ടു പിന്നാലെ പി.ജെ. ജോസഫിന്റെ വസതിയിലെത്തിയ മന്ത്രി കെ.സി. ജോസഫ് കോൺഗ്രസിന്റെയും യു.ഡി.എഫിന്റെയും പിന്തുണ പി.ജെ. ജോസഫിനാണെന്ന് അറിയിച്ചു. 10 മിനിറ്റിനുള്ളിൽ മന്ത്രി കെ.സി. ജോസഫ് മടങ്ങി. തൊട്ടു പിന്നാലെ പി.ജെ. ജോസഫ് വീണ്ടും തന്റെ വിശ്വസ്തരായ 2 എം.എൽ.എമാരുമായും നേതാക്കളുമായും ആശയവിനിമയം തുടർന്നു. പി.ജെ. ജോസഫ് മന്ത്രിസ്ഥാനം ഒഴിയുന്നില്ലെങ്കിൽ കേരള കോൺഗ്രസ് പിളരുമെന്ന അഭ്യൂഹവും ഉയർന്നു. ഒടുവിൽ എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട് മന്ത്രി കെ.എം. മാണിയുടെ രാജി പ്രഖ്യാപനം വന്നു. ഇതോടെ പി.ജെ. ജോസഫ് ക്യാമ്പും ആശ്വാസത്തിലായി. കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന കെ.എം. മാണിയുടെ രാജി പ്രഖ്യാപനത്തിന് ശേഷം പി.ജെ. ജോസഫ് പ്രതികരിച്ചു. തീർച്ചയായിട്ടും യു.ഡി.എഫിനൊപ്പം തന്നെ നിൽക്കുമെന്ന് മാണി സാറും പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഇല്ല, ഞാൻ ഏറ്റെടുക്കണം. ഇല്ല, അതിപ്പോ ആ വിഷയം മാണി സാർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.